പഞ്ചാബ് അങ്ങനെ അവരുടെ 4ാമത്തെ വിജയം നേടിയിട്ട് ടേബിളിൻ്റെ ടോപ്പേഴ്സ് ആയിരിക്കണം. പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഒരു ട്വിസ്റ്റും ടേണുകളൊന്നും മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. മുംബൈ അവരൊരു ചേഞ്ചുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പരിക്കേറ്റിട്ട് കുറച്ച് താരങ്ങൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ രോഹിത് ഉണ്ടായിരുന്നില്ല, സാൻഡറിനാണെങ്കിൽ ഇൽനെസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു താരങ്ങൾക്കൊക്കെ മാറ്റമായിട്ട് ക്വിൻ്റൺ ഡിക്കോക്കിനെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദീപക് ചഹറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഒന്നും ഈ ഒരു പ്ലെയേഴ്സിന് മുംബൈ ടീമിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല. ഡിക്കോക്ക് പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ ഫസ്റ്റ് മാച്ച് ആയിരുന്നു ഈ ഒരു IPL സീസണിൽ. ഇതുവരെ കളിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രോഹിത്തിന് ഒരു പരിക്ക് വരേണ്ടി വന്നു ഡിക്കോക്കിന് ഒരു അവസരം കിട്ടാനായിട്ട്. പക്ഷേ ആ അവസരം നല്ല രീതിയിൽ മുതലെടുത്തെന്ന് മാത്രമല്ല, ആ ഒരു മുംബൈ ഇന്നിങ്സിൻ്റെ നെടുന്തൂണാണെന്നാണ് നമ്മൾ കണ്ടത്. 112 റൺസ് എടുത്തിട്ട് ഔട്ട് ആയിരുന്നു ഡിക്കോക്ക്. നല്ല രീതിയിൽ ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിൽ വിക്കറ്റ് പോകുമ്പോഴും അടിച്ച് കളിച്ചിട്ട് ടീമിൻ്റെ സ്കോർ ഉയർത്തുന്നതിന് ഡിക്കോക്ക് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും ഒരു കാര്യം നമുക്ക് ഏകദേശം ഉറപ്പിക്കാം, ഇനിയിപ്പോൾ രോഹിത് ഇഞ്ചുറി മാറി തിരിച്ചു വരുമ്പോൾ റിക്കിൾട്ടണിന് പകരം മിക്കതും ഡിക്കോക്ക് കളിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരു കളി വെച്ചിട്ട് മാത്രം വിലയിരുത്താൻ പറ്റില്ല. എന്തായാലും അടുത്ത കളിയിലും കൂടി എങ്ങനെയായിരിക്കും പ്രകടനം എന്നനുസരിച്ചായിരിക്കും മുംബൈ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷേ അതിനൊക്കെ ഉപരി മുംബൈ ടീം അവരുടെ ടീമിലേക്ക് മൊത്തത്തിൽ ബാറ്റിങ്ങിൽ മാത്രമല്ല ബോളിങ്ങിലായാലും ഇനിയിപ്പോൾ അവർ ഫീൽഡിൽ നടത്തുന്ന ആ ഒരു പ്രകടനം ഒരു ഇൻറ്റൻസിറ്റി ഇല്ലാതെ, അതായത് മുംബൈ കളിക്കുമ്പോൾ നമുക്കറിയാം മുന്നേ സീസണുകളിൽ അവർ കപ്പടിച്ചുകൊണ്ടിരുന്ന സീസണുകളിലൊക്കെ അവർക്കൊരു സ്വാഗർ ഉണ്ടായിരുന്നു അവരുടെ കളിയിൽ. മൊത്തത്തിൽ എല്ലാ പ്ലേയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കത് കാണാൻ പറ്റുന്നായിരുന്നു. അവരൊരു സ്റ്റൈലിൽ കളിക്കുന്നത്, കുറച്ച് അഡ്വഞ്ചറസ് ആവുന്ന ക്യാച്ചുകൾ എടുക്കുന്ന രീതി, ബൗണ്ടറികളൊക്കെ തടയുന്ന രീതി, ഇപ്പോൾ സിംഗിൾ ആയാലും ഡബിൾ ആണെങ്കിലും ഒക്കെ തടയുന്ന രീതി. അപ്പോൾ ഇങ്ങനെ ഫീൽഡിങ്ങിലൊക്കെ നല്ല രീതിയിലൊരു സ്വാഗറും അഗ്രഷനൊക്കെ കാഴ്ചവെച്ചിരുന്നു മുംബൈനെ ഇപ്പോൾ നമുക്ക് കാണുന്നില്ല. ഇന്നലെ കളിയുടെ പല അവസരത്തിലും കുറേ പ്ലെയേഴ്സ് ഒരു ക്ലൂ ഇല്ലാതെ നിൽക്കുന്ന കണ്ടു, കുറേ മിസ് ഫീൽഡുകൾ കണ്ടു, ക്യാച്ചസ് ഡ്രോപ്പ് ആവുന്നത് കണ്ടു. അതുപോലെ തന്നെ ഹാർദിക്കിൻ്റെയൊക്കെ ചില സമയത്ത് നമ്മൾ എക്സ്പ്രഷൻ നോക്കുമ്പോൾ മാനത്തോട്ട് നോക്കി നിൽക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടാത്തൊരു ക്യാപ്റ്റൻ. അപ്പോൾ ഇതുപോലെ കുറേ ഡിസിഷൻ മേക്കിങ്ങുകൾ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് ടീം മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ട് എടുക്കുന്ന ഡിസിഷനാണോ ഇനി ഹാർദിക്കിൻ്റെതായ ഡിസിഷനാണോ എന്നുള്ളതൊക്കെ അവർക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹാർദിക്ക് ഇന്നലെ കളിക്ക് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഡ്രോ ബോർഡിലേക്ക് തിരിച്ചു പോകണം, എന്നിട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം, എവിടെയാണ് പിഴവ് വരുത്തുന്നത്, ആരാണ് പിഴവ് വരുത്തുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹാർദിക്ക് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കും കൂടി വേണം. ഇപ്പോൾ ഒരുപാട് ഡിസിഷൻസ് ഹാർദിക്ക് എടുക്കുന്നത് ഓപ്പോസിറ്റ് ടീമിന് ഫേവറായിട്ടാണ് ഇപ്പോൾ വരുന്നത്. കുറേ മത്സരങ്ങളിലായി നമ്മളിപ്പോൾ അത് കാണുന്നു. ഇപ്പോൾ ബോളിംഗ് ചേഞ്ചുകൾ വരുന്നതാണെങ്കിലും ഫീൽഡ് പ്ലേസ്മെൻറ്റ് നിൽക്കുന്നതാണെങ്കിലും കാര്യമായിട്ടുള്ള ഒരു ബോളിങ്ങിനനുസരിച്ചുള്ള ഫീൽഡ് നിർത്താത്ത രീതിയിൽ, അതിൽ ബോളേഴ്സ് ആണെങ്കിലും കുറച്ചുകൂടി ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. ബുംറയുടെ ഒക്കെ ഫേസ് നമുക്ക് കാണാമായിരുന്നു, ഒരു നിരാശ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാച്ചും വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാച്ച്. ആ ഒരു ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി മുംബൈക്ക് ഒന്നൊരു തിരിച്ചു വരാനായിട്ട് അവസരം കിട്ടുമായിരുന്നു. പക്ഷേ അവർ ബോളിംഗ് അത്ര സ്ട്രോങ് അല്ല. ഇപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് അവരുടെ പ്രശ്നം. കളിക്കാർക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, കളിക്കാരൻ നല്ല വെയിറ്റ് ക്ലാസ് കളിക്കാരാണ്. പക്ഷേ അവരുടെ ആ ഒരു പ്രകടനം അവർ കാര്യമായിട്ട് പുറത്തെടുക്കണമെങ്കിൽ ടീമിൻ്റെ മൊത്തം മെൻറ്റാലിറ്റിയിൽ മാറ്റം വേണം. അതുപോലെ തന്നെ അത് തന്നെ ഇൻഡിവിജ്വൽസിലായാലും എഫക്റ്റായിട്ട് വരും. അപ്പോൾ ഇതൊന്നും നമുക്ക് മുംബൈയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കാണുന്നില്ല. കളികളിലെല്ലാത്തിലും അവർ ഭയങ്കര എന്താ പറയുക, എന്തിനു വേണ്ടി കളിക്കുന്ന പോലെ റൺസ് എടുക്കാനായാലും ബുദ്ധിമുട്ടുന്നു. ഇപ്പോൾ ഷോട്ട്സുകൾ അടിക്കുമ്പോഴാണെങ്കിൽ പോലും കാണാം ഭയങ്കര എഫേർട്ട് ഇട്ട് അടിച്ചിട്ട് പോലും ബോൾ നീങ്ങാത്തൊക്കെ ഒരവസ്ഥ. അപ്പം അങ്ങനെയൊന്നും ആയിരുന്നില്ല മുംബൈ ആ ഒരു ചാമ്പ്യന്മാർ എങ്ങനെയാണോ കളിക്കുന്നത് അതുപോലുള്ള കളികളാണ് ഇതിന് മുന്നേ സീസണുകളിലെല്ലാം നമ്മൾ കണ്ടായിരുന്നത്. കഴിഞ്ഞ സീസണിലും അവരിതുപോലെ പരാജയപ്പെട്ട് പോയിട്ടും അവർക്ക് തിരിച്ചു വരാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സീസണിൽ അതുപോലൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ഇനി 9 കളികളോളം ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ പ്ലേ ഓഫ് സാധ്യത കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മെൻറ്റാലിറ്റിയിൽ അവർ കറക്റ്റായിട്ടുള്ള ചേഞ്ചസ് എന്തായാലും കൊണ്ടുവരണം. അതുപോലെ തന്നെ ഏതൊക്കെ പ്ലേയേഴ്സ് കളിക്കണം, ഏതൊക്കെ കളിക്കണ്ട എന്നുള്ളൊരു ധാരണ അവർക്ക് തന്നെ വേണം. ഇപ്പോൾ ഒരുപാട് പേര് കളിക്കുന്നതിൽ ചിലർക്ക് മാത്രമാണ് ആ ഒരു ഫോം കണ്ടെത്താനായിട്ടുള്ളൂ. ഈവൻ ഹാർദിക്കിൻ്റെ ക്യാപ്റ്റൻസിനെ പോലും ഈ ഒരു സമയത്ത് നമുക്ക് ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ വരെ എത്തുകയാണ്. എന്തുകൊണ്ടെന്നാൽ കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻസ് കാര്യങ്ങളൊന്നും ഹാർദിക്കിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പ്ലേയേഴ്സിനാണെങ്കിലും അത്തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കാനായാലും മാച്ചിൽ ടേൺ അറൗണ്ട് നടത്താനുള്ള പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയും വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ. ഇനി നമ്മൾ പഞ്ചാബിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രേയസ് മനസ്സിൽ എന്താണോ വിചാരിക്കുന്നത് അത് തന്നെ അവരുടെ ടീം റിഫ്ലക്ട് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കളിയിൽ ശ്രേയസ് എടുക്കുന്ന തീരുമാനങ്ങളാണെങ്കിലും അത് ബാറ്റിങ്ങിലാണെന്നുണ്ടെങ്കിലും ബോളിങ്ങിലാണെങ്കിലും എടുക്കുന്ന തീരുമാനങ്ങളാണെങ്കിലും ഒരു ലീഡർ ഫ്രം ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ശ്രേയസ് തന്നെ അവർ നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്.
അത് ഈ സീസണിലല്ല, ഇപ്പോൾ കഴിഞ്ഞ 2-3 സീസണുകളിലായിട്ട് ശ്രേയസ് അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. കൊൽക്കത്തയ്ക്ക് കിരീടം നേടിക്കൊടുക്കുന്നുണ്ട്, പഞ്ചാബിനെ 11 വർഷത്തിന് ശേഷം ഫൈനലിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ അതിലും ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു സൈഡായിട്ടാണ് ഈ ഒരു സീസണിൽ പഞ്ചാബ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ സീസണിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, അവരുടെ ടീമിൻ്റെ ഭാഗത്ത് മൊത്തത്തിലൊരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് കാണുന്നത്. അതിൽ ലീഡ് ചെയ്തുകൊണ്ട് ശ്രേയസ് അയ്യരും നല്ല രീതിയിലുള്ള പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്നുണ്ട്. കഴിഞ്ഞ 3 കളികളിലായിട്ട് അത് ഇപ്പോൾ 50 അടിച്ചിട്ട് ടീമിനെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ലീഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. ഇന്നത്തെ കളിയിലാണെങ്കിലും അദ്ദേഹം 50 നേടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രപ്സിമറനും നല്ല രീതിയിൽ കളിച്ചിട്ട് ആ ഇന്നിങ്സിലുടനീളം ഇവർ രണ്ടുപേരും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തപ്പോൾ തന്നെ മുംബൈ ഓൾമോസ്റ്റ് തോറ്റിട്ടുണ്ടായിരുന്നു. 196 റൺസ് സ്കോർ ബോർഡിലേക്ക് ചേർക്കാനായിട്ട് മുംബൈക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ഓവറുകളിൽ അവർക്ക് കാര്യമായിട്ടുള്ള അടിച്ചളിക്കാനായിട്ട് പറ്റിയില്ല. കിഡിക്കോക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും മറ്റ് സൈഡിൽ വിക്കറ്റുകൾ പോകുന്നുണ്ടായിരുന്നത്. അവരുടെ സ്കോറിങ്ങിന് അവസാന ഓവറുകളിൽ അവർക്ക് 200-220 റൺസിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു സ്കോറിങ്ങിനെ അവരെ ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവരാഗ്രഹിച്ച ഒരു സ്കോർ ആയിരിക്കില്ല അത്രയും ഒരു ഇത്. എന്തുകൊണ്ടെന്നാൽ അവരുടെ ബോളിംഗ് നിര ഓൾറെഡി ഫോം കണ്ടെത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഹയർ ആയിട്ടുള്ളൊരു സ്കോർ ഉണ്ടെങ്കിലാണ് ഒരു സ്കോർ ബോർഡ് പ്രഷറെങ്കിലും ഓപ്പോസിറ്റ് ടീമിന് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ വെറും 99 ബോളിലാണ് ഈ 196 ടാർഗറ്റ് പഞ്ചാബ് ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ചേസ് ചെയ്യുന്ന പോലെയാണ് ചേസ് ചെയ്തത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും കളിയിൽ ഒരു സമ്മർദ്ദം തൻ്റെ ടീമിന് തോന്നുന്നുണ്ടെന്നുള്ളത് പഞ്ചാബിനായാലും തോന്നിയിട്ടുണ്ടാവില്ല. അതായത് തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ഓവറിൽ തന്നെ ഈ 196 റൺസ് അടിച്ച് നിൽക്കുന്നുണ്ടായിരുന്ന മുംബൈയിലെ ഫസ്റ്റ് ഓവർ എറിയാൻ വന്നപ്പോൾ ആ ഫസ്റ്റ് ഓവറിൽ തന്നെ 21 റൺസ് അടിച്ചിട്ടാണ് പഞ്ചാബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ പ്രിയാൻഷിൻ്റെ വിക്കറ്റ് നഷ്ടമായെങ്കിലും പ്രപ്സിമറനും കൂപ്പർ കൊണോളയും കൂടിയിട്ട് പിന്നെയും അടിക്കാനായിട്ട് ശ്രമിച്ചു. കൊണോളയുടെയും വിക്കറ്റ് എടുത്തിട്ട് ഈ 2 വിക്കറ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഗസൻഫറാണ്. ഗസൻഫർ മുംബൈക്ക് ഒരു ചെറിയൊരു സാധ്യത കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രപ്സിമറൻ 11-ൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ക്യാച്ച് ബുംറ വിട്ട് കളയുന്നതും കണ്ടു. അവിടെ മുതൽ പിന്നീട് പഞ്ചാബിന് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അത് തന്നെയായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നീട് ശ്രേയസ് ആയാലും പ്രപ്സിമറനാണെങ്കിലും നല്ല രീതിയിൽ അടിച്ച് കളിച്ചുകൊണ്ട് പഞ്ചാബിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നതാണ് കണ്ടത്. ലാസ്റ്റ് കളി തീരുന്ന ആ ഒരു സമയമായപ്പോഴേക്കും നമന്ദിര ഒരു ക്യാച്ച് വിട്ട് കളയുന്നതായിട്ട് കണ്ടു. അതായത് മൊത്തത്തിൽ അവർ സെൽഫ് അവെയർ അല്ലാത്ത രീതിയിലാണ് മുംബൈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മിസ്ഫീൽഡുകൾ ഒരുപാടായിട്ട് കണ്ടു. അതായത് ബൗണ്ടറി ലൈനിൽ നിന്ന് ഒരുപാട് കയറി നിന്നിട്ടാണ് നമന്ദിര ക്യാച്ച് വിട്ടത്. ബൗണ്ടറി ലൈനിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആ ക്യാച്ച് എടുക്കാനായിട്ട് പറ്റുമായിരുന്നു. പിന്നീട് 2 ബോൾക്ക് ശേഷം ക്യാച്ച് എടുത്തിട്ട് ശ്രേയസിനെ പുറത്താക്കുന്നതും കണ്ടു. പക്ഷെ അപ്പോഴേക്കൊന്നും കാര്യങ്ങൾ ഓൾമോസ്റ്റ് കയ്യിൽ നിന്ന് പോയായിരുന്നു. ഇപ്പോൾ ക്യാച്ച് വിട്ട സമയത്താണെന്നുണ്ടെങ്കിൽ 24 റൺസോളം പഞ്ചാബിന് ജയിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു 6 ഓവറിൽ നിന്ന്. പക്ഷേ അവിടെ നിന്ന് 2 സിക്സും കൂടി ശ്രേയസ് അടിച്ചിട്ടാണ് ശ്രേയസിൻ്റെ വിക്കറ്റ് പോയത്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും മുംബൈക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് ബാറ്റ്സ്മാൻമാർ ഇനിയും അവിടെ പെൻഡിങ് ആണ് ഇറങ്ങാനായിട്ട്. അതുപോലെ തന്നെ പ്രപ്സിമറിനാണെങ്കിൽ ഒരു സൈഡിൽ നല്ല വെടിക്കെട്ട് ഫോമിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ ക്യാച്ച് എടുത്തുകൊണ്ട് കളിയിൽ വലിയ മാറ്റം ഉണ്ടാവുന്നല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അവരുടെ മൈൻഡ് സെറ്റ് അപ്പോഴേക്കും വളരെ ഡൗൺ ആണ്. ഇതുപോലെ തന്നെ പഞ്ചാബിൻ്റെ ഇന്നിങ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമന്ദിറിൻ്റെ ഒരു ക്യാച്ച് ചഹൽ വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു ലൈറ്റിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ചഹലിന് എടുക്കാൻ പറ്റണമല്ലോ. അതിന് മുന്നേ ചഹൽ സൂര്യകുമാറിനൊരു നല്ല ക്യാച്ച് എടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. നമന്ദിർ അത് ക്യാപിറ്റലൈസ് ചെയ്തിട്ട് ഒരു 50 അടിക്കുകയും ചെയ്തു. ഡിക്കോക്കും നമന്ദിറും നിൽക്കുമ്പോൾ നല്ല രീതിയിൽ മുംബൈ അടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിനുശേഷം നമന്ദിർ പോയതിന് ശേഷം വന്നിട്ടുള്ള ഹാർദിക്കിന് കാര്യമായിട്ട് അടിക്കാൻ പറ്റുന്നില്ല. ഹാർദിക്കിൻ്റെ വീക്ക് പോയിന്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് പഞ്ചാബ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാർദിക്കിനെ പുറത്താക്കാൻ വേണ്ടി ശ്രേയസ് എടുത്തിട്ടുള്ള ക്യാച്ചും എടുത്തു പറയേണ്ടതാണ്. ആ ബൗണ്ടറി ലൈനിൽ വളരെ കമൻറ്റിങ് ആയിട്ടുള്ള ഒരു ക്യാച്ചാണ് ശ്രേയസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് തൻ്റെ ടീമിനെ ഫീൽഡിങ്ങിലും, അതായത് ബാറ്റിങ്ങിൽ മാത്രമല്ല ബോളിംഗ് ചേഞ്ചസ് കൊണ്ടുവരുന്നതിൽ മാത്രമല്ല ഫീൽഡിങ്ങിലും ഒരു എക്സാമ്പിൾ ആവുകയാണ് ശ്രേയസ് അയ്യർ. അപ്പോൾ ഇത്തരത്തിലൊരു കംപ്ലീറ്റ് പ്രകടനം ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും പഞ്ചാബിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റി. അവർക്ക് ആകെ കൂടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ഹർഷദീപിൻ്റെ ഫോം മാത്രമായിരുന്നു. പക്ഷേ ഈ കളിയിലേക്ക് വന്നപ്പോൾ ഹർഷദീപും ഫോമായി. തുടക്കത്തിൽ തന്നെ റിക്കിൾട്ടൻ്റെയും അതുപോലെ തന്നെ സൂര്യകുമാറിൻ്റെയും വിക്കറ്റ് അടുപ്പിച്ചെടുത്തിട്ടാണ് ഹർഷദീപ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നന്നായി അടിച്ചു കളിക്കാൻ സാധ്യതയുള്ള റദർഫോർഡിൻ്റെ വിക്കറ്റും തുടക്കത്തിൽ തന്നെ ഹർഷദീപിനെ എടുക്കാനായിട്ട് പറ്റി. അങ്ങനെ 3 വിക്കറ്റുകൾ എടുത്തിട്ട് ഹർഷദീപ് മാൻ ഓഫ് ദ മാച്ച് ആയിരിക്കുകയാണ് ഈ ഒരു കളിയിൽ. സോ പഞ്ചാബ് അങ്ങനെ അവരുടെ പ്ലേ ഓഫ് സാധ്യത നിലനിർത്തിയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മുംബൈക്കാണെങ്കിൽ കാര്യങ്ങൾ ഇനി ഡിഫിക്കൽട്ടാണ്. അവർക്ക് എന്തായാലും എവിടെയെങ്കിലും ഒരു ജയം കണ്ടെത്തിയേ പറ്റുള്ളൂ. അതിന് മുന്നേ തന്നെ പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയാണ് ആദ്യം ശരിയാക്കാനായിട്ടുള്ളത്. ഹാർദിക്കിനും തൻ്റെ ക്യാപ്റ്റൻസി ആണെങ്കിലും താൻ എടുക്കുന്ന ഡിസിഷൻസിലാണെങ്കിലും ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് മുംബൈ മാനേജ്മെൻറ്റ് എടുക്കാൻ പോകുന്ന തീരുമാനമെന്ന് നമുക്കറിയില്ല. എന്തായാലും അടുത്ത കളികൾ തൊട്ട് തന്നെ അവർക്ക് നല്ല തീരുമാനങ്ങൾ കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക.